അതെ, 36-ാമത്തെ ശ്ലോകം കഴിഞ്ഞു ഇന്നലെ. 36-ാമത്തെ ശ്ലോകത്തില് എന്താണ് പറയുന്നത്? നിന്റെ ശത്രുക്കൾ അല്ലെ, അവാച്യവാദാംശ ബഹൂൻ വധിഷ്യന്തി വാഹിത. നിന്റെ ശത്രുക്കള് നിന്റെ ഇതുവരെയുള്ള കഴിവിനെയൊക്കെ പുച്ഛിച്ചു തള്ളും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, നിന്നെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല അപവാദങ്ങളും പറഞ്ഞു വരുത്തും. അപ്പൊ ഈ ഒരിക്കല് വളരെ ശ്രേയസ് ഉണ്ടായിരുന്ന ആള്, പ്രശസ്തി ഉണ്ടായിരുന്ന ആളാണ്, കീർത്തിമാനായിട്ടുള്ള ഒരാൾക്ക് അപവാദം കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ദുഃഖകരമായി വേറെ എന്താണുള്ളത് എന്നാണ് ചോദിച്ചത് അല്ലെ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് നീ യുദ്ധം, ഈ ധർമ്മയുദ്ധം നീ ധീരതയോടെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി പറയാൻ പോകുന്നതാണ്, നീ മരിച്ചാലും ജയിച്ചാലും നിനക്ക് ശ്രേയസ് ഉണ്ടാവും, സുഖമുണ്ടാവും എന്നാണ്. അത് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകത്തില് അതാണ് ഭഗവാൻ പറയുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ്. ഇനി അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങൾ പറഞ്ഞു, ഇനി അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അത് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം ചൊല്ലിക്കൊള്ളു, 37-ാമത്തെ ശ്ലോകം. അൺമ്യൂട്ട് ചെയ്യൂ. അദോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. അടുത്ത ശ്ലോകത്തില് പറയുന്ന ഇതാണ്, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ചിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദ് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുനോട് പറയാണ്, ഹതോ വാ പ്രാപ്സ്യസി എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് അർജുനോട് പറയണം, അർജുന കുന്തിപുത്ര കൗന്ദേയ, യുദ്ധത്തില് നീ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്വർഗം പ്രാപ്സ്യസി എന്നാണ്, സ്വർഗം നേടാനായിട്ട് സാധിക്കും, നിനക്ക് സ്വർഗത്തിലെത്താം യുദ്ധത്തിൽ നീ കൊല്ലപ്പെടുകയാണെങ്കിൽ. ജിത്വാ വാ മഹീം ഭോക്ഷ്യസി, ഇനി അതല്ല നിനക്ക് ജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? മഹീം ഭോക്ഷ്യ, രാജ്യം അനുഭവിക്കുക എന്ന് പറയാം. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ, അപ്പൊ അതുകൊണ്ട് കുന്തിപുത്രനോട് പറയാണ് കൗന്ദേയ, അതുകൊണ്ട് എന്ത് വേണം? അത് കാരണം അതുകൊണ്ട് യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാനായി തീരുമാനിച്ച് ഉത്തിഷ്ഠ എന്ന് പറയണം, നീ എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യാനായി തീരുമാനിച്ച് നീ എഴുന്നേൽക്കൂ. അപ്പൊ ഈ യുദ്ധത്തില് ധർമ്മയുദ്ധമാണ് നേരത്തെ പറഞ്ഞു അല്ലെ, ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തില് നീ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്വർഗത്തിലെത്തും എന്നാണ് പറയുന്നത്. ധർമ്മയുദ്ധമായതുകൊണ്ട് നിനക്ക് സ്വർഗത്തിലെത്തി അവിടെ സുഖം അനുഭവിക്കാം. ഇനി അതല്ല, നീ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിലോ ഇവിടെ രാജ്യം അനുഭവിക്കാം, അപ്പോഴും സുഖം അനുഭവിക്കാം. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് അർജുന നീ എഴുന്നേൽക്കൂ എന്ന് പറയണം ഭഗവാൻ അർജുനോട്. അപ്പൊ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മരണവും ജീവിതവും ഒരുപോലെ സുഖമാണ് എന്നാണ് പറയുന്നത്. മരണവും സുഖമാണ്, കാരണം മരിച്ച സ്വർഗത്തിലെത്തും, അപ്പൊ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാം. എന്തുകൊണ്ടാണ് അർജുനൻ സ്വർഗത്തിലേക്ക് എത്തുന്ന പറയാനുള്ള കാരണം? അർജുനൻ ധർമ്മയുദ്ധമാണ് ചെയ്യുന്നത്. മാത്രമല്ല അർജുനന്റെ ഉള്ളിൽ ദൈവീ സമ്പത്ത് വളർന്ന ആളാണ് അർജുനൻ എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് സത്യം എന്താണെന്ന് അറിയണം, സത്യസാക്ഷാത്കാരം നേടണം, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഉള്ളില് ദൈവീ സമ്പത്ത് വളർത്തി നമ്മളുടെ ഗുണകർമ്മങ്ങളെ, 3 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, സത്വരജസ്തമോ ഗുണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ആ ഗുണകർമ്മങ്ങളെ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, അത് ശ്രേയോമാർഗമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ശ്രേയോമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക്, അയാളെ സംബന്ധിച്ച് മരണവും ജീവിതവും ഒക്കെ ഒരുപോലെ സുഖമുള്ളതാവും എന്നാണ് പറയുന്നത്. മരിച്ചാലും സുഖമാണ്, ജീവിച്ചിരുന്നാലും അവർക്ക് സുഖമാണ് എന്നാണ് പറയുന്നത്. രണ്ടും ഒരേപോലെയാണ്, ജീവിതവും മരണവും ഒരേപോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യമാണ്, സത്യം അനുഭവിക്കുക, സത്യം കാണുക എന്നുള്ള സത്യസാക്ഷാത്കാരമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഉള്ളിൽ ദൈവീ സമ്പത്ത് വളർന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, ശ്രേയോമാർഗത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് മരണവും ജീവിതവും ഒക്കെ ഒരേപോലെയാണ് എന്നാണ് പറയുന്നത്. രണ്ടും സുഖം തന്നെയാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തി സുഖം അനുഭവിക്കാം. അതല്ല ജീവിക്കുകയാണെങ്കിലോ എന്താണ്
ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന ആ ഭൗതിക ഫലങ്ങൾ, അല്ലെ, ഭഗവാൻ നൽകുന്ന ആ ഭൗതിക ഫലങ്ങളിൽ സംതൃപ്തിയോടുകൂടി അതിനെ അനുഭവിച്ച് സ്വധർമ്മത്തിൽ മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അപ്പൊ ഇതാണ് ദൈവീ സമ്പത്ത് വളർത്തി നമ്മളുടെ ലക്ഷ്യം ആ സത്യദർശനമാണെങ്കിൽ, ഈശ്വരനാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ അതാണ് സംഭവിക്കുക. പക്ഷെ അതേസമയം ഈ ചുറ്റും കാണുന്നത് ഇത് പദാർത്ഥങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞു, അല്ലെ? ഇതൊക്കെ അസത്യമാണ്, ചുറ്റും കാണുന്നതെല്ലാം ജഡമാണ് നേരത്തെ പറഞ്ഞു, അതൊരു തോന്നല് മാത്രമാണ് നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം സത്യമാണെന്ന് ഭ്രമിച്ച്, സത്യമാണെന്ന് തോന്നുകയാണ് നമ്മൾക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഭ്രമിക്കുമ്പോ എന്താ സംഭവിക്കുക? നമ്മളുടെ ഉള്ളിൽ ആസുരി സമ്പത്ത് വളരും. കാരണം ദൈവത്തിലേക്കല്ല നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ ആസുരി സമ്പത്ത് വളർത്തി ആ ഗുണകർമ്മങ്ങളെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാതെ വേണ്ടാത്ത രീതിയിൽ പ്രയോഗിച്ച് അധർമ്മ മാർഗത്തിലൂടെ അധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പ്രയോമാർഗത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രയോമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് പ്രയോമാർഗം. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ സംഭവിക്കുക? മരണവും അദ്ദേഹത്തിന് ദുഃഖമാണ്, ജീവിതവും ദുഃഖമാണ്. രണ്ടും അസുഖമാണ്. രണ്ടിൽ നിന്നും സുഖം കിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ? അപ്പൊ ഈ ഭൗതിക തലത്തിലാണ് മുഴുകി കിടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതം പ്രശ്നമാണ്. ജീവിതത്തിൽ എപ്പോഴും അങ്ങേയറ്റത്തെ സുഖം അനുഭവിക്കാൻ പറ്റില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ, അല്ലെ? നമ്മളുടെയൊക്കെ അനുഭവം അത് തന്നെയാണ്. ഈ പുറമേയുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുകി കിടക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് അനിത്യം, അസുഖം, ലോകം, അല്ലെ? ഈ ലോകം എന്ന് പറയുന്നത് അനിത്യമാണ്, അസുഖമാണ്. അപ്പൊ അതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, അതില് എന്താണ് കാര്യങ്ങൾ നേടാനാണ് നമ്മൾ ജീവിതത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അസുഖമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതവും അസുഖമാണ്. ഈ മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അത് ഭയം തന്നെയാണ്, അതും അസുഖമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രയോമാർഗത്തിൽ പോകുമ്പോ അതില് മുന്നോട്ട് പോകുന്ന ഒരാള് മരിച്ചു കഴിഞ്ഞാൽ നരകം അനുഭവിക്കേണ്ടി വരും, ദുരിതം അനുഭവിക്കേണ്ടി വരും. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആസുര ജന്മമാണ് കിട്ടുക, ആസുരി സമ്പത്തോട് വീട്ടിലെ ജന്മമാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും ഒരു തൃപ്തി ഉണ്ടാവില്ല ജീവിതത്തിൽ, അല്ലെ? അപ്പൊ ഒരു തൃപ്തി ഇല്ലാതെ, സന്തുഷ്ടി ഒട്ടും തന്നെ ഇല്ലാതെ അധർമ്മ മാർഗത്തിൽ മുന്നോട്ട് പോയി വീണ്ടും അധപ്പതനാണ് ഫലം എന്നാണ് പറയുന്നത്. ഇത് ലോക നിയമമാണ്, ഇതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ഇതില് കഠോപനിഷത്തിൽ പറയണ്ടല്ലേ, നചികേതസിന് യമധർമ്മൻ ഭൗതിക തലത്തിലുള്ള എല്ലാ സമ്പത്തും കൊടുക്കാന്ന് പറഞ്ഞു, ചക്രവർത്തി പദം പോലും കൊടുക്കാമെന്ന് പറഞ്ഞു നചികേതസിന്. പക്ഷെ അതിലൊന്നും നചികേതസ് വീണില്ല, അല്ലെ? നചികേതസ് വേണ്ടത് എനിക്ക് സത്യം എന്താണെന്ന് അറിയണം, അതിൽ ഉറച്ചു നിന്നു. അപ്പൊ അവസാന യമധർമ്മൻ സന്തുഷ്ടനായി. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ ശ്രേയസ് നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു, നീ അത് തള്ളിക്കളഞ്ഞു, നീ അതിൽ വീണില്ല. പക്ഷെ നിനക്ക് വേണ്ടത് ശ്രേയസ്സാണ്. അപ്പൊ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവര്, ശ്രേയോമാർഗത്തിൽ പോകുന്നവർക്ക് ശ്രേയസ്സും പ്രേയസ്സും രണ്ടും കിട്ടുന്നതാണ്, അല്ലെ? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഭരണമായിരിക്കും. അപ്പൊ മോക്ഷമാർഗത്തിലാണ് പോകുന്നതെങ്കിൽ ബാക്കിയുള്ള സുഖങ്ങളൊക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തും എന്നാണ് പറയുന്നത്. അതല്ല ഇതാണ് വേണം, ഇതിന്റെ പിന്നാലെ പോകുന്നെങ്കിൽ രണ്ടും നമ്മൾക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അർജുനനോട് പറയാണ്, നീ മരണത്തെയോ ജീവിതത്തെയോ, അല്ലെ, അതൊന്നും കൂടുതലായിട്ട് ചിന്തിക്കാതെ നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാനായിട്ട് നീ എഴുന്നേൽക്കൂ എന്ന് അർജുനോട് ആവശ്യപ്പെടുക. അപ്പൊ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് ജയായാലും പരാജയമായാലും രണ്ടും ഒരേപോലെ സുഖമാണ് തരിക, സുഖം നൽകുന്നതാണ് രണ്ടും, ജയവും പരാജയവും. ഏത് മാർഗത്തില്? സ്വധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ. സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരേപോലെ സുഖം നൽകുന്നതാണ് എന്നാണ് അത് സത്യദർശിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അർജുനോട് പറയണേ, നീ ലാഭനഷ്ടങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കാതെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കണം. അടുത്ത ശ്ലോകത്തില് അതാണ് അർജുനനോട് പറയുന്നത്. അടുത്ത ശ്ലോകം ചൊല്ലിക്കൂ. ഇവിടെ ആളോടെ പോയി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. അടുത്ത ഇതിൽ പറയാണ്, അടുത്ത ശ്ലോകത്തിൽ വേണം, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപ
അവാപ്സ്യസി എന്ന് പറയുക. സുഖദുഃഖേ, നീ സുഖദുഃഖങ്ങളെയും സുഖത്തെയും ദുഃഖത്തെയും, അതേപോലെ ലാഭ അലാഭവും, ലാഭത്തെയും നഷ്ടത്തെയും, ജയാജയോ ജയത്തെയും പരാജയത്തെയും സമയകൃത്വ എന്നാണ്. ഈ വക കാര്യങ്ങളെയൊക്കെ തുല്യമായിട്ട് കരുതാനാണ് പറയുന്നത് അർജുനോട്. ഇതിനൊക്കെ ഒരുപോലെ നീ കണക്കാക്കൂ. എന്നിട്ടോ തതോ യുദ്ധായ യുജ്യസ്വ, യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങൂ എന്ന് പറയാണ്. ഏവം പാപം ന അവാപ്സ്യസി, അങ്ങനെ ചെയ്താൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പാപം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പാപത്തെ അനുഭവിക്കാൻ ഇടവരില്ല. അർജുനന്റെ സംശയം അതാണ്. ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പാപം കിട്ടുമോ എന്നാണ് അർജുനന്റെ സംശയം. അതാണ് അർജുനൻ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ മടിച്ചു ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെ? പല കാരണങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ സുഖത്തെയും ദുഃഖത്തെയൊക്കെ ഒരേപോലെ നീ കാണൂ. ലാഭനഷ്ടങ്ങൾ, ലാഭമായാലും നഷ്ടമായാലും ജയമായാലും പരാജയമായാലും വന്നു ചേരുന്ന സുഖത്തെയും ദുഃഖത്തെയൊക്കെ ഒരേപോലെ തുല്യ നിലയിൽ കാണൂ. എന്നിട്ട് ആ ഒരു മനോഭാവം, തുല്യത എന്ന ബാലൻസ്, ആ മനോഭാവം നിലനിർത്തി യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാറ്റിനെയും ഒരേപോലെ കാണുമ്പോ, സമനിലയിൽ കാണുമ്പോ എന്താ സംഭവിക്കുക? പിന്നെ പാപം ഏൽക്കില്ല എന്നാണ് അവർ. മനസ്സിലായോ? ഇപ്പോ നേരത്തെ പറഞ്ഞു നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു, അല്ലെ? നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് വന്ന് അതിലേക്ക് തന്നെ തിരിച്ചു പോകലാണ് നിവൃത്തി. അപ്പോ അതെങ്ങനെ നിവൃത്തി മാർഗം? സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിവൃത്തി മാർഗമാണെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? ആ സത്യസാക്ഷാത്കാരമാണ്, ജ്ഞാനം നേടലാണ്, ജ്ഞാനിയാവലാണ്, അല്ലെ? ആ വസ്തു, യഥാർത്ഥത്തിൽ വസ്തു എന്താണ്, ഉള്ളത് എന്താണോ അതിനെ നേടലാണ്, ജ്ഞാനം നേടലാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയും. എന്നിന്റെ ലക്ഷ്യം നിവൃത്തി മാർഗം, സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുള്ള നിവൃത്തി മാർഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജ്ഞാനം നേടലാണ്, വസ്തു സാക്ഷാത്കാരമാണ്. അപ്പോ അർജുനന് ആദ്യം വസ്തു എന്താണ്, സത്യം എന്താണെന്നുള്ളത് വിവരിച്ചു കൊടുത്തു, അല്ലെ? ആ ഒരു നോളേജ് ആദ്യം കൊടുത്തു. എന്താണ്? സിദ്ധാന്തപരമായിട്ട് കൊടുത്തു. ഇതാണ് സത്യം എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു. എല്ലാറ്റിലും ഉള്ളത് ഒരു വസ്തു മാത്രമാണ്, അതിന് നാശമില്ല. ഈ ഒരു നോളേജ് അർജുനന് കൊടുത്തു. അത് വ്യക്തമായിട്ട് വിവരിച്ചു കൊടുത്തു. ഇനി അത് കൊടുത്ത് സത്യം ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അതിനെക്കുറിച്ചും സംശയമൊക്കെ തീർത്ത് അർജുനനിൽ ഉറപ്പിക്കുകയാണ്. ഇനി അടുത്തത് വിവരിക്കാൻ പോണെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് രീതിയിലാണ് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്വധർമ്മം അനുഷ്ഠിച്ചാലാണ് ആ സത്യത്തിലേക്ക് എത്താൻ സാധിക്കുക, സത്യസാക്ഷാത്കാരം നേടാൻ സാധിക്കുക. അതാണ് ഇനി അർജുനനോട് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് രീതിയിൽ സ്വധർമ്മം അനുഷ്ഠിച്ചാലാണ് നമ്മൾക്ക് ആ സത്യത്തിലേക്ക് എത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം അനുഭവിക്കാൻ സാധിക്കുക, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ തുടക്കമാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് മനസ്സിനെ സമനിലയിൽ നിർത്താൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. മനസ്സെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ആ സത്യം അനുഭവിക്കാനുള്ള സാധനയിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നതാണ്. കാരണം സ്വധർമ്മം അനുഷ്ഠിക്കുക നമ്മളുടെ ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതാണ് സ്വധർമ്മം. അർജുനെ സംബന്ധിച്ച് യുദ്ധമാണ്, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനെ സ്വധർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ശരിയല്ല? നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ കുടുംബം നോക്കുക, ജോലിക്ക് പോവുക, അതൊക്കെ നമ്മുടെ സ്വധർമ്മമാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയല്ല? പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചില സന്ദർഭങ്ങളിൽ ഡിസ്റ്റർബൻസ് വരാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു, ബാലൻസ് തെറ്റി. ഇഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവണോ, സന്തോഷിക്കുന്നു, അമിതമായിട്ട് തുള്ളിച്ചാടുന്നു. ഇതൊക്കെ ബാലൻസ് തെറ്റലാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ബാലൻസ് തെറ്റിലാണ്. അപ്പൊ നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് മനസ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ സാധന എന്ന് പറയുന്നത്, സത്യ സാക്ഷാത്കാരം. മനസ്സിലായോ? ഗുരുജി എന്തിനാ നമുക്ക് 5 പോയിന്റ്സ് തന്നെന്നുള്ളത് പിടികിട്ടിയ? ഈ 5 പോയിന്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ബാലൻസ്ഡ് ആവും. ശരിയാണോ? ഈ 5 പോയിന്റും അപ്ലൈ ചെയ്ത് ജീവിക്കുന്നവർക്ക് അറിയാം. ആരൊക്കെ അപ്ലൈ ചെയ്ത് ജീവിക്കേണ്ട 5 പോയിന്റിൽ ജീവിക്കുന്നവരൊക്കെ ഒന്ന് കൈവന്തിക്ക് നോക്കട്ടെ. എത്ര പേരുണ്ട്? ഞാനൊന്ന് കാണട്ടെ. ആരും കൈ കാണില്ലല്ലോ. എന്താ കാണാത്ത? 5 പോയിന്റില് കൃത്യമായിട്ട് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? അവരുടെ മനസ്സ് ബാലൻസ്ഡ് ആയിരിക്കും.
അത് അത്ര എളുപ്പമല്ല പക്ഷെ, അല്ലെ? അത് നമ്മളൊക്കെ സാധകന്മാരാണ്, നമ്മൾ ആ മാർഗത്തിലാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അതിൽ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. നമുക്കത് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ പാത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതൊക്കെ സന്ദർഭത്തിലാണോ നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലത് കാണുമ്പോൾ വല്ലാതെ തുള്ളിച്ചടയിരിക്കുന്ന, അത്രയൊന്നും ഇപ്പൊ ഇല്ല. നമ്മൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ശരിയല്ല? മാറ്റം വന്നിട്ടുണ്ട് നമ്മൾക്ക്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ 5 പോയിന്റിൽ ജീവിക്കാൻ പാകത നമുക്ക് വന്നിട്ടില്ല. കാരണം ഗുരുജി തന്നെ പറയാറുള്ളത് ഇറ്റ് ഇസ് എ ലൈഫ് ടൈം ചാലഞ്ച് എന്നാണ്. ഒരു ജന്മം മുഴുവൻ വേണം അത് പൂർണ്ണമായിട്ട് നമ്മൾക്ക് അത് പ്രാവർത്തികമാക്കാൻ എന്നാണ് പറയുന്നത്. ആ 5 പോയിന്റിൽ ജീവിക്കുന്ന ഒരാളെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ, അത് ഗുരുദേവാണ്. അല്ലെ? എന്ന് വെച്ചാൽ നമ്മൾ മോശക്കാരാണെന്നല്ല, നമ്മൾ ആ പാതയിലാണ്, നമ്മൾ അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് നമ്മളത് വിട്ടുപോകും, മറന്നുപോകും. പക്ഷെ കുഴപ്പമില്ല, അടുത്ത നിമിഷം വീണ്ടും അതിലേക്ക് വന്നാൽ മതി. മറന്നുപോയി, വിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് വന്നാൽ തന്നെ വലിയ കാര്യമാണ്. മനസ്സിലായി? അല്ലാതെ എനിക്ക് ഈ പോയിന്റ് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ കുറ്റബോധ, വിഷമത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊക്കെ ഇതിന്റെ മാർഗത്തിലുള്ളതാണ്. നമ്മളിങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് പോകണം, അല്ലെ? നടക്കാൻ പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വീഴും. ആ വീഴ്ചയൊക്കെ ആവശ്യമാണ്, കുഴപ്പമില്ല. കുറച്ച് പ്രാവശ്യം വീഴുമ്പോൾ നമുക്ക് പിന്നെ ഓർമ്മ വരും, പിന്നെ അത് ശരിയായിക്കോളും, സ്റ്റഡി ആയിക്കോളും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇതാണ് സാധന. ഒന്നാമത്തെ സാധന എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാവാതെ അതിനെ സമനില പഠിപ്പിക്കലാണ് ഒന്നാമത്തെ സാധന. സത്യാനുഭവത്തിലേക്കുള്ള ഒരു സാധന അതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഏത് സിറ്റുവേഷനിൽ കം വാട്ട് മേ നമ്മുടെ മനസ്സിന്റെ ബാലൻസ് നിലനിർത്താൻ നമുക്ക് പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ഒരു സാധന എന്ന് പറയുന്നത്. എന്ത് കം വാട്ട് മേ, എന്ത് സംഭവിച്ചോട്ടെ, ഞാൻ ഡിസ്റ്റർബ്ഡ് ആവില്ല. അപ്പോ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്താണെന്നുള്ളത് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വസ്തുസ്വരൂപം. ആ സ്വരൂപം എന്താണ്? തന്റെ തന്നെ സ്വരൂപം എന്താണോ അത് ഓർമ്മിക്കുക. അല്ല, അത് നേരത്തെ പറഞ്ഞു എന്താണ് സ്വരൂപം എന്നുള്ളത്. അത് ഓർമ്മ വെച്ച് മനസ്സിനെ പതുക്കെ പതുക്കെ ആ സമനില പഠിപ്പിച്ചാൽ മതി. അതന്നെയാണ് യോഗം എന്ന്. ആ സമനിലയിൽ എത്തലാണ് യോഗം എന്ന് പറയുന്നത്. മനസ്സിലായി? ആ ഒരു എന്താണ് ഇക്വാനിമിറ്റി, അല്ലെ? ആ ഒരു അവസ്ഥയിലെത്തി മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ, ആ അവസ്ഥയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സത്യം അനുഭവിക്കാൻ തുടങ്ങും ഉള്ളില് എന്നാണ് പറയുക. സത്യ അനുഭവം ഉണ്ടാവും ഉള്ളില്. ആ സത്യത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ മനസ്സ് ബാലൻസ്ഡ് ആവണം എന്നാണ് പറയുക. മനസ്സിനകത്ത് ആകെ മനസ്സിങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ആ സത്യം എന്താണെന്നുള്ളത് അനുഭവിക്കാൻ പറ്റില്ല, ഈശ്വരനെ അനുഭവിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ. അപ്പൊ എന്ത് വേണം? ഉള്ളില് ആ ബാലൻസ്, മനസ്സ് ബാലൻസ്ഡ് ആവണം. അങ്ങനെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ആ ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വ്യക്തമായിട്ട് ആ സത്യം അനുഭവിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ലാഭം നേടാൻ, ചിലപ്പോൾ നഷ്ടമുണ്ടാവാം, അല്ലെ? ശരിയല്ല? ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ വിജയം ഉണ്ടാവാൻ, ചിലപ്പോൾ പരാജയം സംഭവിച്ചു എന്ന് വരാം. ചിലപ്പോൾ അപമാനം നേരിട്ടു എന്ന് വരാം, ചിലപ്പോൾ മാനം ഉണ്ടായി എന്ന് വരാം, അല്ലെ? രണ്ടും സംഭവിക്കാം. മാനാപമാനങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ആളുകൾ നമ്മളെ സ്തുതികൾ കേൾക്കേണ്ടി വരും, കേട്ടു എന്ന് വരാം. ചിലപ്പോൾ നിന്ദകളായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരിക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? അതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ മാറി മാറി വരാൻ സാധ്യതയുള്ള സുഖവും ദുഃഖവുമായ അനുഭവങ്ങളില് മനസ്സ് ചലിക്കരുത്, മനസ്സ് ക്ഷോഭിക്കരുത് എന്നാണ് പറയുന്നത്. മനസ്സിൽ ഇളക്കമുണ്ടാവരുത്. അങ്ങനെ മനസ്സ് ക്ഷോഭിക്കാൻ മനസ്സിനെ അനുവദിക്കാതെ ആ സമനിലയിൽ നിർത്താൻ അഭ്യസിക്കുന്നതാണ് യോഗം എന്ന് പറയും. അതിലെത്തിക്കഴിഞ്ഞാൽ യോഗം ആയി. അഭ്യാസമാണ്, അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്താ സംഭവിക്കണം? ചെറിയ ചെറിയ നിസ്സാരമായ ചില ലൗകിക സുഖങ്ങള് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ആഹ്ലാദം ഉണ്ടാവും നമ്മൾക്ക്. അതല്ലെങ്കിൽ ചില ദുഃഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വല്ലാതെ നമ്മള് എന്താണ് നിരാശയിൽ താഴ്ന്നു പോകും. ഇങ്ങനെ മനസ്സ് ക്ഷോഭിക്കണം. ഒന്നുകിൽ ഉയർന്നു പോകും, അല്ലെങ്കിൽ താഴേക്ക് വരും. ഇങ്ങനെ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ ആ അവസ്ഥകളിലൊന്നും മനസ്സ് ഇളകാതിരിക്കുകയാണെങ്കിൽ ആ സത്യം എന്താണെന്നുള്ളത് നിരന്തരമായിട്ട് അനുഭവത്തിൽ തെളിയാനിടവരും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് നിരന്തരമായിട്ട് അനുഭവം ഇടയ്ക്കൊക്കെ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? നമ്മള് ഇടയ്ക്കൊക്കെ ആ സത്യാനുഭവം നമ്മൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ആ സത്യം. ഇടയ്ക്കൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. എപ്പോഴാണ് അനുഭവിക്കുക? നമ്മൾ വളരെ
എന്താണ് സമാധാനമായിട്ടിരിക്കുമ്പോ, വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോ ആ നിമിഷത്തിലൊക്കെ നമ്മൾ ആ ഒരു ആനന്ദം, ആ ഒരു സുഖം, അതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലെ? ആ സത്യത്തിന്റെ അനുഭവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമുക്ക് എപ്പോഴും നിലനിർത്താൻ നമുക്ക് പറ്റണില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മനസ്സിന്റെ ഈ തുള്ളിച്ചാട്ടാണ്. ചില ചെറിയ സന്തോഷിക്കാവുന്ന ചില നല്ല ചെറിയ നേട്ടങ്ങളൊക്കെ വരുമ്പോ നമ്മൾ തുള്ളിച്ചാടും, നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ താഴേക്ക് പോകും. അപ്പൊ എന്ത് വേണം? ബാലൻസ്ഡ് ആയിരിക്കണം. ആ സമചിത്തത അത് നിലനിർത്താൻ നമുക്ക് പറ്റും. അപ്പൊ ആ സമചിത്തത നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് ആ സത്യം എന്താണെന്നുള്ള അനുഭവം നമ്മൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പുണ്യം പാപം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ലൗകികമായ സുഖദുഃഖങ്ങളെ ആയി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയുള്ള വെറും മനസ്സിന്റെ സങ്കല്പങ്ങളാണ് ഈ പുണ്യം പാപമൊക്കെ. യഥാർത്ഥത്തിൽ പുണ്യം പാപം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത തലത്തിലേക്കാണ് കേട്ടോ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ശരിക്കും ഇതൊക്കെ ഒരു പുണ്യ പാപം എന്നുള്ളതൊക്കെ സങ്കല്പമാണ്, എല്ലാം സങ്കല്പമാണ്. അപ്പോ ഈ ശരിക്കും സുഖസ്വരൂപം എന്ന് പറയുന്നത് എന്തിനാണ്? കേവലമായ സുഖസ്വരൂപം എന്ന് പറയുന്നത് ആത്മവസ്തുവാണ്, ആത്മാവിനാണ്, അല്ലെങ്കിൽ ആ സത്യവസ്തുവിലാണ്. അതാണ് സച്ചിദാനന്ദം അല്ലെ? അതിന്റെ സ്വരൂപമാണ് ആനന്ദം. സുഖം എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപമാണ്. അപ്പോ ഈ ആത്മവസ്തു തെളിയാൻ തുടങ്ങുന്നതോടി, നമ്മളുടെ ഉള്ളിൽ ആ സത്യം തെളിയാൻ തുടങ്ങുന്നതോടി പിന്നെ പുണ്യം പാപം തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് പോകും എന്നാണ് പറയുന്നത്. കാരണം അതിന് അതീതമായി കടന്നു ചെന്നിരിക്കുകയാണ് അപ്പോ നമ്മളുടെ മനസ്സ്, അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നു. അപ്പൊ അതിലേക്ക് എത്താൻ സാധിക്കുന്നത് വരെ ഈ തെറ്റും ശരിയും പുണ്യം പാപങ്ങളൊക്കെ അത് എത്തുന്നവരേ ഉള്ളൂ. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിധിക്ക് പുറത്തായി അല്ല? ഈ ഒരു പരിധിക്കകത്ത് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ഉള്ളത്. പരിധി വിട്ട് അതിന്റെ അപ്പുറത്ത് കിടന്നു കഴിഞ്ഞാലോ പിന്നെ അനന്തതയാണുള്ളത്. അവിടെ പുണ്യപാപം അങ്ങനെയുള്ള തുടങ്ങിയ സങ്കല്പങ്ങളൊന്നും അവിടെ ഇല്ല. അതെല്ലാം ഉള്ളിൽ നിന്ന് പോകുന്നതാണ് പറയുന്നത്. കാരണം ആത്മസ്വരൂപം എന്ന് പറയുന്നത് അത് പുണ്യത്തെയും ആശ്രയിക്കുന്നില്ല, പാപത്തെയും ആശ്രയിക്കില്ല. അതിലെല്ലാറ്റിൽ നിന്നും മുക്തമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്, ഒന്നിനാലും ബാധിക്കപ്പെടാതെ. അതുകൊണ്ടാണ് നൈവം പാപം അവാപ്സ്യസി എന്ന് പറയാൻ കാരണം. എനിക്ക് പിന്നെ ഒരിക്കലും പാപം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് മനസ്സിനെ സമനില അഭ്യസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഈ സമനില അഭ്യസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? സംശയം ഉണ്ടാവും അല്ലെ? കാരണം അത് അഭ്യസിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സമനില അഭ്യസിച്ച് എങ്ങനെ പാപം ഇല്ലാതാവുക? അല്ലെ? അങ്ങനെയുള്ള സംശയം നമുക്ക് തോന്നാം. സമനില അഭ്യസിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പാപം ഇല്ലാതാവുന്നത്? അപ്പൊ ഇനി അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നത്. അപ്പോ എന്താണ്? അതിലൂടെ ജ്ഞാനം സത്യം സാക്ഷാത്കരിക്കാനുള്ള ഉപായമാണ് യോഗം എന്ന് പറഞ്ഞു. ആ യോഗത്തിന്റെ മഹാത്മ്യം, അതിന്റെ സ്വരൂപത്തെ കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാൻ കുറച്ച് ശ്ലോകങ്ങളിൽ ഇനി അതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം 39-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേത്യുമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധഃ പ്രഹാസ്യസി. അടുത്ത ശ്ലോകത്തിൽ 39-ാമത്തെ ശ്ലോകം. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. അർത്ഥ അർജുനോട് പറയണ, ഹേ അർജുന, അർജുന, യേഷാ സാഖ്യേ ബുദ്ധ്യ തേ അഭിഹിത. സാഖ്യത്തിലുള്ള ഈ ജ്ഞാനം, ഇതിന് സാഖ്യജ്ഞാനം എന്നാണ് പറയുക, സാഖ്യം. ഈ ജ്ഞാനം എന്താണെന്നുള്ളത് തുറന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ ജ്ഞാനം തേ അഭിഹിത, നിനക്കായി ഞാൻ പറയുകയാണ്, നിനക്ക് വേണ്ടി പറയുകയാണ്. യോഗേ ഇമാം തുഷൃണു. യോഗേ എന്ന് പറഞ്ഞാൽ യോഗത്തിലുള്ള ഈ ജ്ഞാനത്തെ ശൃണു, നീ കേൾക്കൂ എന്ന് പറയുന്നു. ഈ ജ്ഞാനത്തെ നീ കേൾക്കൂ. യയാ ബുദ്ധ്യായുക്ത, ഏത് ജ്ഞാനത്തോടു കൂടിയവനായിട്ടാണ് കർമ്മബന്ധം കർമ്മബന്ധത്തെ നീ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇപ്പോ എന്താണ് സാഖ്യം? ഇത് സാഖ്യബുദ്ധി എന്ന് പറയും. സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ വസ്തുക്കളെയൊക്കെ സംഖ്യാനം ചെയ്യുക എന്നാണ് പറയുക. സംഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എണ്ണി വേർതിരിക്കുക. ഇത് ഇന്നതാണ് എന്നൊക്കെ വേർതിരിക്കുക. അതാണ് സാഖ്യബുദ്ധി എന്ന് പറയുന്നത്.
വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ എടുത്തു, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. എന്നിട്ട് ഇത് സത്യമാണെങ്കിൽ ഇത് സത്യമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അതല്ല ഇത് അസത്യമാണെങ്കിൽ ഇത് അസത്യമാണ്. അപ്പൊ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നുള്ള അറിവാണ് സാഖ്യബുദ്ധി എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയാം. നിത്യമായത് എന്താണ്, അനിത്യമായത് എന്താണ്, സത്യം എന്താണ്, അസത്യം എന്താണ്, ഇതാണ് സാഖ്യബുദ്ധി. അപ്പൊ ഇതുവരെ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ഈ സാഖ്യബുദ്ധിയാണ് അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞല്ലോ ഈ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ല എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ സത്യമായത് എന്താണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബോധം, ആത്മാവ്, എന്ത് പേരിട്ട് കൊണ്ട് വിളിക്കാം, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം, അതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പൊ സത്യം ഏതാ സത്യം, ഇതാണ് സാഖ്യബുദ്ധി എന്ന് പറയും. അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ അതിൽ പറഞ്ഞ ഇതാണ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് എന്ന് പറയുന്നത് ബോധമാണ്. നിലനിൽപ്പിനെ രണ്ടായിട്ട് തിരിച്ചു, ബോധം എന്നും ജഡം എന്നും രണ്ടായിട്ട് വേർതിരിച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു സത്യം എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ്, അതാണ് ട്രൂത്ത്, അതാണ് സത്യം എന്ന് പറയുന്നത്. ജഡം എന്ന് പറയുന്നത് അസത്യമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്നതൊക്കെ, പ്രപഞ്ചം മൊത്തത്തിൽ ഇത് അസത്യമാണ്. അപ്പൊ ആ സത്യത്തിലാണ് ഈ അസത്യം നിലനിൽക്കുന്നത് അല്ലെ. അസത്യമായിട്ടുള്ള യൂണിവേഴ്സ്, പ്രപഞ്ചം നിലനിൽക്കുന്ന അതിലാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുത്തു, അതാണ് സാഖ്യബുദ്ധി. ഇനി തുടർന്ന് അർജുനന് സ്വധർമ്മമായ ധർമ്മയുദ്ധം അനുഷ്ഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെതായ വാസന അർജുനന്റെ ഉള്ളിലുണ്ട്, അത് നീങ്ങിപ്പോയിട്ടില്ല. അപ്പൊ ആ വാസന ഉള്ളത് കൊണ്ട് അർജുനന്റെ കർമ്മബന്ധം മുഴുവൻ അവസാനിച്ചിട്ടില്ല. അപ്പൊ ഈ കർമ്മബന്ധം അവസാനിക്കാത്തതുകൊണ്ട് ആ സാഖ്യബുദ്ധി ഉപദേശിച്ചു. പക്ഷെ ഇനി അതിലേക്ക് എത്തേണ്ടത് എങ്ങനെയാ, ഈ ധർമ്മയുദ്ധം, ആ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്. കാരണം അതിനുള്ള വാസന അർജുനനുണ്ട്, യുദ്ധം ചെയ്യാനുള്ള വാസന ക്ഷത്രിയനായ അർജുനന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് അവസാനിക്കാത്തത് കൊണ്ട് ആ സ്വധർമ്മമായ ധർമ്മയുദ്ധം അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിക്കുകയാണ് അർജുനനോട്. അത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സാഖ്യബുദ്ധി ഉപദേശിച്ചു പറഞ്ഞു അർജുനൻ. പക്ഷെ അർജുനെ സംബന്ധിച്ച് അത് അനുഭവത്തിൽ എത്തിയിട്ടില്ല, ബുദ്ധിയുടെ തലത്തിലാണ് നിൽക്കുന്നത്. സിദ്ധാന്തം, കാര്യം മനസ്സിലായി, ഇന്നതാണെന്നുള്ളത് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായി. ബോധമാണ് സത്യം, പിന്നെന്താണ്, മറ്റത് പുറമേ കാണുന്നതൊക്കെ ജഡമാണ്, അത് അസത്യമാണ് എന്നുള്ളത് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായി. അത് സാക്ഷാത്കരിച്ചിട്ടില്ല അർജുനൻ, അത് സാക്ഷാത്കാരം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി അത് സാക്ഷാത്കരിക്കണം, മനസ്സിലായി. അപ്പൊ ആദ്യം ഇങ്ങനെയാണ്, ഗുരുവിൽ നിന്ന് സത്യം എന്താണെന്നുള്ളത് ഉപദേശ രൂപേണ കേൾക്കുന്നു. പിന്നെ ശിഷ്യന്റെ ജോലി എന്താ, അതിനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നം ചെയ്യുന്നു. അത് ശിഷ്യന്റെ ജോലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഗുരുവിന് അത് സാക്ഷാത്കരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരു നമ്മളോട് സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ആ ഉപദേശിച്ചു തന്ന ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഇവിടെ സാഖ്യബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. അത് പക്ഷെ ബുദ്ധിയുടെ തലത്തിൽ അർജുനന് മനസ്സിലായി, ഉള്ളിലുണ്ട്. പക്ഷെ ഇന്നത് സാക്ഷാത്കരിക്കണം. അതിനെന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർഗങ്ങളാണ്. രണ്ട് മാർഗങ്ങളിലൂടെ നമ്മൾക്ക് ഈ സത്യത്തെ, കേട്ടറിഞ്ഞ ആ സത്യത്തെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. രണ്ട് മാർഗങ്ങളാണത്. ഒന്ന്, നമ്മളുടെ ഈ ലൗകിക ജീവിതം, ഈ ലൗകിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക. 4ാമത്തെ ആശ്രമം, സന്യാസാശ്രമം സ്വീകരിക്കുക. എന്നിട്ട് അത് സ്വീകരിച്ചിട്ട് എന്ത് വേണം, സമയം കിട്ടുന്ന സമയം മുഴുവൻ, അധിക സമയവും ബ്രഹ്മാഭ്യാസത്തിൽ ഏർപ്പെടണം. എന്നിട്ട് സാക്ഷാത്കാരം നേടാം. എന്താണ് ഈ ബ്രഹ്മാഭ്യാസം? ബ്രഹ്മാഭ്യാസം പറഞ്ഞാൽ ഇതെല്ലാം ബ്രഹ്മമാണ് എന്നിങ്ങനെ അഭ്യാസം ചെയ്ത് മനസ്സിലാക്കി ഉറപ്പിക്കുക. ബ്രഹ്മഭാവന ചെയ്ത് ഉള്ളില് ഉറപ്പിക്കുക. അതിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കുക. അതാണ് ബ്രഹ്മാഭ്യാസം. അങ്ങനെ സാക്ഷാത്കാരം നേടാം. കാരണം എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇത് മുഴുവൻ ബ്രഹ്മമാണ്, സർവം ബ്രഹ്മമയം. അങ്ങനെ ആവുമ്പോ ആ സത്യസാക്ഷാത്കാരം നേടാൻ പറ്റും. ഇതാണ് ഒരു മാർഗം. അതാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. എല്ലാം കർമ്മങ്ങൾക്ക് ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുക. ഇതാണ്. അപ്പോ യോഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് സാഖ്യയോഗം എന്നാണ് പറയുന്നത്. സാഖ്യയോഗം, യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പൂർണ്ണമായിട്ടുള്ള സമചിത്തത, സമനില, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ആ സാഖ്യബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യോഗം നേടാൻ പ്രയത്നിക്കുന്നതാണ് സാഖ്യയോഗം. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, സത്യം ഏതാണ്, അസത്യം എന്താണ്, അത് ഉപദേശിച്ചു കൊടുത്തു. ഇനി അതില് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
ആ യോഗാവസ്ഥ സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നതിന് ആ പ്രയത്നത്തിനാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. പക്ഷേ ഇതാർക്കാണ് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മവാസനയൊന്നും അത്ര ശക്തമല്ലാത്ത ആളുകൾക്കേ പറ്റുള്ളൂ. നേരെ മറിച്ച് കർമ്മവാസനകൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ആളുകൾക്ക്, ഭരണാധികാരികൾക്ക്, ക്ഷത്രിയന്മാർക്ക്, ഗൃഹസ്ഥന്മാർക്ക്, നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക്, നമ്മളുടെ ഉള്ളിൽ കർമ്മവാസനകൾ ശക്തമായി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്യാസം സ്വീകരിക്കാൻ പുറപ്പെട്ടാൽ നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട, അത് നടക്കില്ല. കാരണം ഉള്ളില് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളുടെ ഉള്ളില്, അല്ലെ? വാസനകളുണ്ട് നമ്മളുടെ ഉള്ളിൽ. അപ്പൊ ഈ വാസനകൾ, കർമ്മവാസനകൾ ശക്തമായിട്ട് ഉള്ളിൽ നിലക്കുന്നിടത്തോളം കാലം ഈ നമ്മളെ പോലുള്ളവർക്ക്, ഗൃഹസ്ഥന്മാർക്ക് ഒന്നും ഈ തത്വവിചാരം ചെയ്യാനും അല്ലെങ്കിൽ ബ്രഹ്മാഭ്യാസം ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല ഒന്ന്. പിന്നെ അതിനുള്ള ബുദ്ധിക്ക് പാകത ഉണ്ടാവില്ല, ബുദ്ധി ഷാർപ്പായിരിക്കില്ല എന്നാണ് പറയുന്നത്. ശരിയല്ല? നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ സാധനയുടെ കാര്യം തന്നെ, അല്ലപ്പോ ഒരു സൺഡേ ഞായറാഴ്ചകളിൽ ഫോളോ അപ്പിന് പോകേണ്ട കാര്യം ആലോചിച്ചാൽ തന്നെ നമ്മൾ എപ്പോഴാണ് പോവുക? വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പോവുക. ശരിയാണോ? ഇല്ല, കാരണം അവിടെ വാസനകളുണ്ട്, വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള വാസനകൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് ചിലപ്പോ നമ്മളുടെ റിലേറ്റീവ്സിന്റെ ആരെയും കല്യാണത്തിന് പോകലാവാം, അതൊരു വാസനയാണോ? അവിടെ പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ആ വാസനയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കണം, അല്ലെ? അങ്ങനെ പല കാര്യങ്ങള്. അതൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ സാധാരണ ഉള്ള ഗൃഹസ്ഥന്മാർക്കൊക്കെ ഇതിന് സമയം കുറവ്, ഒന്ന് സമയം കുറവ്, അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിവികാസം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾക്കൊക്കെ ഉള്ള ഉപദേശമാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കർമ്മവാസനകള് ശക്തമായിട്ട് ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. വസ്തു എന്താണ്, സത്യം എന്താണ്, ഉപദേശത്തിലൂടെ അപ്പൊ നമുക്ക് മനസ്സിലായി, അല്ലെ? എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായി. ഇനി എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സ്വധർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുക, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ട് എന്ത് വേണം? അതില് മനസ്സിനെ സമനില പഠിപ്പിക്കണം, മനസ്സിനെ സമനില പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകുമ്പോ തന്നെ മനസ്സിലാകാത്ത രീതിയിൽ മനസ്സിൽ ആ സമനില അഭ്യസിക്കണം. എന്നിട്ട് യോഗം നേടണം. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നതാണ്. കർമ്മത്തിലൂടെ സത്യസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പൊ രണ്ടിനെയും നമ്മളെ കണക്ഷൻ മനസ്സിലായോ? സാഖ്യം എന്താന്നുള്ളത് ഇവിടെ ആയിരിക്കും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുക എന്താണെന്നോ, അല്ല? അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള, അപ്പൊ അതുകൊണ്ട് ഒന്നും ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനസ്സ് സമനിലയിൽ നിർത്തിക്കൊണ്ട് അനന്തമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ സാക്ഷാത്കാരം നേടാൻ സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത് ഭഗവാൻ. അപ്പോ മനസ്സിന് ആ ഒരു സമചിത്തത വളർന്നു കഴിഞ്ഞാൽ അതോടുകൂടി യോഗ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്, ആ അനുഭവം ശക്തമാവും. അപ്പോ എന്താണ്? ആ ആത്മസാക്ഷാത്കാരത്തിന്റെ രൂപത്തില്, ആ ജ്ഞാനത്തില് കർമ്മയോഗികളും അവിടേക്ക് എത്തും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതില് നമ്മൾക്ക് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ, ഈ സത്യത്തെക്കുറിച്ച്, ആത്മസാക്ഷാത്കാരം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഗൃഹസ്ഥരായ ആളുകള് അവരുടെ മനസ്സിൽ പലപ്പോഴും എന്താ ഉണ്ടാവുന്ന ചിന്ത എന്നറിയാമോ? ഈ പ്രാരാബ്ദമൊക്കെ ഒഴിഞ്ഞിട്ട് എപ്പോഴാ ഇതിനൊക്കെ കിട്ടുക? നമുക്ക് അതാണ് നമ്മളൊരു എക്സ്ക്യൂസ് ആണ് നമ്മൾ ഇതൊക്കെ പറയാ, ഉണ്ടാവാറില്ലേ? ഒരു കാവ്യ വസ്ത്രമൊക്കെ ഉടുത്തിട്ട് ഒരാൾ, ഒരു സന്യാസിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതെങ്കിൽ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? അങ്ങേക്ക് അതൊക്കെ പറയാം, അദ്ദേഹത്തിന് അതൊക്കെ പറയാൻ പറ്റും, കാരണം കുടുംബമില്ല, കുട്ടിയില്ല, പ്രാരാബ്ദമില്ല, ഒന്നുമില്ല, രണ്ട് കൈയും വീശി നടക്കുക, പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെ? നമ്മൾക്ക് എന്തൊക്കെ പ്രാരബ്ധങ്ങളാണ് ജീവിതത്തിലുള്ളത്, അവ എങ്ങനെ ഇതിനൊക്കെ സാധിക്കും? അങ്ങനെ ഒരു സംശയം ഉള്ളവർക്ക്, അങ്ങനെയുള്ള എക്സ്ക്യൂസ് പറയുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ ഏത് പ്രാരബ്ധത്തിലാണെങ്കിലും, ഏത് പ്രാരബ്ധവും നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകൂ. പക്ഷെ ഒപ്പം മനസ്സിനെ സമനിലയിൽ നിർത്താൻ പ്രയത്നിക്കൂ എന്നാണ്. കേട്ടോ? മനസ്സിലായോ? മനസ്സ് ബാലൻസ്ഡ് ആവണം. അപ്പൊ ആ രീതിയിൽ പോകുമ്പോൾ ആ യോഗം എന്ന് പറയുന്ന ആ ബാലൻസ്, ആ സമസ്ഥിതി ഉള്ളിൽ ശക്തമാകും തോറും കർമ്മയോഗികൾക്കും, നമ്മളൊക്കെ കർമ്മയോഗികളാണ്, കർമ്മയോഗികൾക്കും ആ ജ്ഞാനത്തിലേക്ക് എത്താം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ അതിനുശേഷം
ഈ കർമ്മബന്ധത്തിൽ നിന്ന് അവർക്കും മോചനം നേടാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ അർജുനൻ ആ കർമ്മ യുദ്ധവാസന കൊണ്ട് കർമ്മബദ്ധനാണ്, കർമ്മത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. യുദ്ധവാസന എന്ന ഒരു കർമ്മം ബാക്കി നിൽക്കുന്നുണ്ട് അർജുനൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അർജുനന് വസ്തുബോധം വേണം, സത്യം എന്താണെന്ന് അറിയണം. അതിന്റെ കൂടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, കർമ്മയോഗമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മത്തിൽ നിന്നും വിമുക്തി നേടാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. കർമ്മം അല്ല ഫൈനൽ എന്ന് വരുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടണം. നൈഷ്കർമ്മ്യ സ്ഥിതി വരെ കർമ്മങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ, അതിലേക്ക് എത്തണം. അപ്പൊ അതെത്തണമെങ്കിൽ ഇവിടെ അർജുനന് ചെയ്യേണ്ടത് എന്താണ്? ഉള്ളിലുള്ള ഒരു വാസനയുള്ളൂ, യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് സ്വധർമ്മ അനുഷ്ഠാനത്തോടുകൂടി കർമ്മയോഗം അഭ്യസിക്കുക, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പറയുന്നത്. അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, യുദ്ധം ചെയ്യാതിരുന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇവിടെ ശരിക്കും സാഖ്യയോഗം കർമ്മയോഗം ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത് ജ്ഞാനയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് പറയുന്നത്. ഗീതയുടെ താല്പര്യം ജ്ഞാനയോഗമാണ് എന്നാണ്. മനസ്സിലായി? യഥാർത്ഥത്തിലാണ്. പക്ഷെ ചിലർ പറയുന്നുണ്ട് ഗീത കർമ്മയോഗമാണ്, ജ്ഞാനകർമ്മ സമുച്ചയം രണ്ടും കൂടി ചേർന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിലേക്കാണ് അത് എത്തിക്കുന്നത്. അപ്പൊ വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ജ്ഞാനശാസ്ത്രമാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കർമ്മത്തിൽ നിന്ന് മോചനം നേടലാണ്, എല്ലാ കർമ്മങ്ങളും അവസാനിപ്പിക്കലാണ്. അതെങ്ങനെ സാധിക്കും ചോദിച്ചാൽ ജ്ഞാനം കൊണ്ട് മാത്രമേ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ജ്ഞാനം നേടാനുള്ള മാർഗങ്ങള് നമ്മളുടെ ഓരോരുത്തരെയും വ്യക്തികളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ലക്ഷ്യം ഒന്നാണ്. മാർഗങ്ങളെ കുറിച്ചാണ് ആളുകൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ, ചില വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തില് ഈ യോഗം എന്ന് പറയുന്നത് അതിനെ സ്തുതിക്കുകയാണ്. കാരണം വാസനയിൽ കുടുങ്ങി കർമ്മമാർഗത്തില് വളരെ വിഷമിച്ച് മുന്നോട്ട് നീങ്ങുന്ന നമ്മളെപ്പോലുള്ളവര് അല്ലെ, അങ്ങനെ വിഷമിച്ച് ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് മനസ്സിന്റെ സമനില അഭ്യസിക്കുക എന്ന് പറയുന്ന യോഗ പ്രാക്ടീസ് ഉണ്ടല്ലോ, അത് അങ്ങേയറ്റ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ മനസ്സിന്റെ ആ ഒരു ബാലൻസ്, സമനില അഭ്യസിക്കുക എന്നുള്ള യോഗ പ്രാക്ടീസ്, അത് തന്നെയാണ് യോഗ പ്രാക്ടീസ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ അത്ഭുതകരമായ ഫലം ഉണ്ടാവും എന്ന് സൂചിപ്പിച്ച ആ യോഗത്തെ സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ എന്നാണ് പറയുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഉള്ളിൽ ആഴങ്ങളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കും. Be with the stillness deep inside. സം സമിത്യുപസി വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസി സനോവശൂന്യാഭര സംഘച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഃ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി.
നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം വൃത്തിക്കിടാം. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം വൃത്തിക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.